കാലടി ശരണകേന്ദ്രത്തിൽ വാഹന പാർക്കിങ്ങിനും ഭക്ഷണത്തിനും കൊള്ള നിരക്ക് ഈടാക്കുന്നു എന്ന പരാതിയുമായി അയ്യപ്പ ഭക്തർ. ഇതുവരെയായി 10 രൂപ കൊടുത്തിരുന്ന ചെറിയ വാഹനങ്ങളിൽ നിന്നും 50 രൂപയും 20 രൂപ ഈടാക്കേണ്ട ബസ്സുകളിൽ നിന്നും 100 രൂപയുമാണ് പാർക്കിംഗ് ഫീസായി ഈടാക്കുന്നത്. രാത്രികാലങ്ങളിൽ ഇതിന്റെ പല മടങ്ങാണ് വാങ്ങുന്നത്. ശബരിമല തീർത്ഥാടകരുടെ MC റോഡിലെ പ്രധാന ഇടത്താവളമാണ് കാലടി കീർത്തിസ്തംഭത്തിന് എതിർവശമുള്ള ശരണകേന്ദ്രം. ഇവിടെ കൊള്ളവില ഈടാക്കുന്നതിനെതിരെയാണ് പരാതികൾ ഉയർന്നിരിക്കുന്നത്. ഇവിടെ സമീപമുള്ള കടകളിൽ നിന്നും ഭക്ഷണത്തിനും വെള്ളത്തിനുമടക്കം അമിത വിലയാണ് ഈടാക്കുന്നത്. 15 രൂപയുള്ള കുപ്പിവെള്ളത്തിന് 25 രൂപയാണ് ഈടാക്കുന്നത്. പഞ്ചായത്തിന്റെ സീലോ സെക്രട്ടറിയുടെ ഒപ്പോ ഇല്ലാതെയാണ് ഈ അമിത പണപ്പിരിവ് നടത്തുന്നത്. ഇതിനെതിരെ ചോദ്യം ഉന്നയിക്കുന്നവരെ ഭീഷണി കൊണ്ടാണ് നേരിടുന്നത്. അയ്യപ്പ ഭക്തർക്കു നേരെ ഉണ്ടാകുന്ന ഈ അമിത പണപ്പിരിവിനും ഇതിനു നേരെ ചോദ്യം ചെയ്യുന്ന ഭക്തർക്കായുള്ള ഭീഷണിയും ഇന്ന് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആന്ധ്ര, കർണാടക, തമിഴ്നാട് അടക്കമുള്ള അന്യസംസ്ഥാനങ്ങളിൽ നിന്നും 100 കണക്കിന് വാഹനങ്ങളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. നിരവധി തവണ അയ്യപ്പന്മാർ പഞ്ചായത്ത് അധികൃതരെ പരാതി അറിയിച്ചെങ്കിലും വിലവേര പട്ടിക പ്രദർശിപ്പിക്കാനോ പരിശോധന നടത്താനോ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അയ്യപ്പ ഭക്തർക്കു നേരെ ഉണ്ടാകുന്ന ഈ ചൂഷണങ്ങൾ. ഇതൊരു തുടർക്കഥയാകാതെ അയ്യപ്പ ദർശനം മുന്നിൽ കണ്ടുകൊണ്ടുവരുന്ന ഭക്തർക്ക് ആശ്വാസകരമായ സമീപനം എന്നാണ് ലഭിക്കുക? പരാതികളും പ്രതിഷേധങ്ങളും ഒന്നുമില്ലാത്ത ശബരിമല ദർശനം തന്നെയാണ് അവർക്ക് നൽകേണ്ടത്. സീഡ് ന്യൂസ്, കോഴിക്കോട്.